ശ്ലോകം 2. ആദ്യായ. ഈ ഭഗവാൻ ആരാണ്? ആ ഭഗവാന്റെ പദത്തെ പ്രാപിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ? ഭഗവത്പദ പ്രാപ്തിക്കുള്ള യോഗ്യതയെക്കുറിച്ചാണ് 2ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ആദ്യായ. ഈ പ്രപഞ്ചത്തിൽ ആദ്യമുള്ള ആൾ. എപ്പോഴാണ് ഉണ്ടായത് അറിയില്ല, ആർക്കും അറിയില്ല. ആദ്യായ, ആദ്യമുള്ളവൻ, ഉണ്ടാകാത്തവൻ. അശേഷകർത്തൃ. എല്ലാ കർമ്മങ്ങളും, പ്രപഞ്ചത്തിൻ്റെ സകല കർമ്മങ്ങളും ചെയ്യുന്നവൻ. അതാണ് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും കർത്താവായി സൃഷ്ടിക്കുന്നവനും ആ പ്രപഞ്ചത്തിനെ പരിപാലിക്കുന്നവനും ആയ ഭഗവാൻ വിഷ്ണുവാണ്. പ്രതിനിമിഷ നവീനായ. ഓരോ നിമിഷവും പുതിയ പുതിയ രൂപത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നു. പുതിയ പുതിയ മൂർത്തികളായി ഭഗവാൻ അവതരിക്കുന്നു. നവമായ മൂർത്തികൾ. പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂതേഹേ. വിഭൂതി ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി, അതാണ് വിഭൂതി. വിഭൂതിയുടെ ഭർത്താവായിട്ട് വിഷ്ണുവായിട്ട് ഇരിക്കുന്നു. ഭർത്രേ വിഭൂതേ. അങ്ങനെയുള്ള ആ വിഷ്ണുവിന് ഭക്താത്മാ യഹ. ഭക്തിയുള്ള മനസ്സോടുകൂടിയവൻ. ഭക്താത്മാ. നമ്മൾ ഓരോരുത്തരും ആ ഭഗവാനോട് ഭക്തിയുള്ളവരായിരിക്കണം. ഭഗവാനോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ വെറും പൂജ ചെയ്യലും പാരായണം ചെയ്യലും പഠിക്കലും മാത്രമല്ല. അതാണ് ഭഗവാനാണ് പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളോടും സ്നേഹം. എല്ലാവരെയും ഭഗവാനെ കണ്ടുകൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യണം. ധനം കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യണം. ബുദ്ധി കൊണ്ട് എന്താ സാധിക്കുക അതാണ്. നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് സമൂഹത്തിന് എപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഭക്താത്മാ. അയാളാണ് ഭക്തിയോടുകൂടിയ മനസ്സുള്ള ആൾ. എന്താണ് ചെയ്യേണ്ടത്? യജ്ഞാർച്ചനാദൗ. യാഗങ്ങളും അർച്ചനകളും. യാഗങ്ങൾ സാധിക്കുന്നവർ യാഗം ചെയ്യുക. ബ്രാഹ്മണാദികൾ ക്ഷേത്രങ്ങളിൽ യാഗം ചെയ്യുന്നു. എല്ലാവർക്കും അത് സാധ്യമല്ല. അവർക്ക് അർച്ചന ചെയ്യാമല്ലോ. വീട്ടിൽ വിളക്ക് കൊളുത്തി പടം വെച്ച് പൂജിക്കാമല്ലോ. യജ്ഞാർച്ചനാദൗ. എന്നിട്ടോ ഹവിരാദീനി പ്രതിശതി. ഹവിരാദീനി. നമുക്ക് എന്താ ഉള്ളത് അത് ഭഗവാന് കൊടുക്കുന്നു. അതാണ്. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയോ അത് കൊടുത്താൽ മതി. ഉണ്ടാക്കിയതിനെ ഭക്തിയോടുകൂടി ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതാണ്. ഭഗവാനൊന്നും കഴിക്കുന്നില്ല. ഭഗവാൻ എല്ലാം നമുക്ക് തരുന്നു. പക്ഷേ ഭഗവാനെ സമർപ്പിക്കണം. ഇനി പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഡൈനിങ് ടേബിളിൽ വെച്ച് തന്നെ ചെയ്യാം. അതാണ്. അതിനാണ് ബ്രഹ്മാർപ്പണം വെച്ചിരിക്കുന്നത്. ബ്രഹ്മത്തിനുള്ള അർപ്പണം. ബ്രഹ്മമാണ് വിഷ്ണു. അപ്പോൾ ജലമെടുത്ത് ആ ജലം ഗംഗാജലമാണെന്ന് സങ്കല്പിച്ച് ഈ ജലം കൊണ്ട് ഞാനിതാ അങ്ങയെ പൂജിക്കുന്നു എന്ന് പറഞ്ഞ് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലണം. എല്ലാ ഭക്തജനങ്ങളും ചെയ്യണം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറഞ്ഞിട്ട് പ്രോക്ഷണം ചെയ്ത് ആ ജലത്തിനെ
അല്പം ഒന്നിങ്ങനെ ഇതാവുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ചുണ്ട്, താഴത്തെ ചുണ്ടൊന്ന് അമുങ്ങും. താഴത്തെ ചുണ്ടങ്ങുമ്പോൾ വയറിൻ്റെ ഈ ഇടത്ത് ഭാഗത്തുള്ളതായ സ്പ്ലീൻ ഉണ്ടല്ലോ, ആ സ്പ്ലീനിൽ നിന്നുള്ള രസം വരും. അതാണ് യപ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദൗ. അങ്ങനെ യജ്ഞങ്ങളിലും അർച്ചനകളിലും ഒക്കെ ഭഗവാനെ പൂജിക്കുന്നു. നമ്മൾ യജ്ഞമർച്ചന എന്ന് മാത്രം പറയണ്ട, എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ, എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ ആ കർമ്മങ്ങൾ ഭഗവാനുള്ള പൂജയാക്കി തീർക്കണം. അത് സാധിക്കുന്നില്ല എനിക്ക്, അതാണ്. അല്ലെങ്കിലോ കൃഷ്ണാദ്യം ജന്മയോ വാ മഹതിഹ മഹതോ വർണ്ണയേ. കൃഷ്ണൻ്റെ ആ ജന്മം, കൃഷ്ണൻ അവതരിക്കാനുള്ളതായ ആ കാരണം, എങ്ങനെയാണ് അവതരിച്ചത്, കാരാഗൃഹത്തിലാണ് അവതരിച്ചത്, അത് നന്നായിട്ട് വർണ്ണിച്ചുകൂടി. അതാണ്. പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യൂ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും ലീലകളെക്കുറിച്ചും വർണ്ണിക്കൂ. അതാണ്. കൃഷ്ണാദ്യം ജന്മ യോവാ, ഏതൊരുത്തനാണോ ആ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മഹതിഹ മഹത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ അവതാരകഥകളെ വർണ്ണിക്കുന്നത്. അപ്പോൾ എല്ലാ അവതാരങ്ങളും വെച്ച് ശ്രേഷ്ഠം കൃഷ്ണാവതാരം. ഓർമ്മയാണ്. രാമൻ്റെ ഒന്നും മോശമാണെന്നല്ല അർത്ഥം. രാമനൊക്കെ നമ്മളെപ്പോലെ ദുഃഖിച്ചതായിട്ടാണ് കാണിച്ചത്. ഇത് ദുഃഖം അല്പം പോലും ബാധിക്കാത്ത, സദാ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നതായ ഒരവതാരമാണിത്. അതാണ് ഈ അവതാരത്തിൻ്റെ ശ്രേഷ്ഠ. അതുകൊണ്ട് അതിന് മഹതിഹ മഹത, മഹത്തിനേക്കാളും മഹത്, ഏറ്റവും ശ്രേഷ്ഠമായതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ആ കൃഷ്ണാവതാര കഥകളെ വർണ്ണിച്ചുകൂടെ. ഏതെങ്കിലും ചെയ്യുക, പൂജാദികൾ ചെയ്യുക, അത് സാധിക്കുന്നെങ്കിൽ ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുക. രണ്ടും ചെയ്താൽ വളരെ നല്ലത്. പ്രീത പൂർണ്ണോ യശോഭി, ആ ഭഗവാൻ ഇവിടെ ഈ 125 വർഷം സമ്പൂർണ്ണ കീർത്തിമാനായിട്ടാണ് ജീവിച്ചത്. 125 വർഷം കീർത്തിമാനായിട്ടാണ് ജീവിച്ചത്. തൻ്റെ സ്വന്തം മക്കളെ 16,108 ഭാര്യമാരിലുള്ളതായ മക്കളെ അവരെ അധർമ്മികളാണ് എന്ന് അറിഞ്ഞ് അവരെ നശിപ്പിച്ചിട്ടാണ് ഭഗവാൻ പോയത്. ആർക്കാ സാധിക്കുക? എൻ്റെ എന്നുള്ള ഭാവം ബാധിച്ചിട്ടില്ല. ഒരു രാജാവ് എപ്പോഴും അങ്ങനെയാണ്. യശോഭി പൂർണ്ണ, യശസ് കൊണ്ട്, കീർത്തി കൊണ്ട് പൂർണ്ണനായി ജീവിച്ചു. പ്രീത പൂർണ്ണോ, ആര്? സ്വയമേവ, ആ ഭഗവാൻ, ഈ ഭഗവാൻ തന്നെ. അതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ അത്രത്തോളം ശ്രേഷ്ഠനായിട്ടാണ് മേൽപ്പത്തൂര് വർണ്ണിക്കുന്നത്. നാരായണ ഋഷിയെക്കുറിച്ച് പറഞ്ഞതായ സമയത്ത് നാരായണ ഋഷിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിനേക്കാളും മാഹാത്മ്യം ആർക്കുണ്ടെങ്കിൽ അത് കൃഷ്ണന് മാത്രമാണ്. അതാണ്, വേറെ ആർക്കുമില്ല. സ്വയമേവ പ്രീത, എപ്പോഴും സന്തുഷ്ടനായിട്ട്, ഈ ലോകത്തിൽ സന്തുഷ്ടനായിട്ട്. പൂർണ്ണ യശോഭി, കീർത്തിമാനായി, എല്ലാവരാലും പുകഴ്ത്തപ്പെട്ടവനായിട്ട്.
ത്വരിതമഭിസരയിൽ, വേഗത്തിൽ പ്രാപിക്കണം ആ പദത്തെ. അതാണ് ത്വരിതമഭിസരയിൽ പ്രാപ്യം അന്തേ പദം തേ. അപ്പോൾ ഓരോ മനുഷ്യനും ജീവിതാവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനമായ ആ വൈകുണ്ഠത്തെ പ്രാപിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് നമുക്കും പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കവിയുടെ ഉപദേശം ഇതാണ്: നിങ്ങൾ ഒട്ടും കാലം കളയാതെ ആ വിഷ്ണുപാദങ്ങളെ ആശ്രയിക്കൂ. ഞാനിപ്പോൾ രാമനെയാണ് ഭജിക്കുന്നത്, മതി, രാമനെ ഭജിച്ചോളൂ. ദേവൻ ഒന്നേ ഉള്ളൂ. വിഷ്ണുവിനെ എന്തുകൊണ്ട് പുകഴ്ത്തി? വിഷ്ണുവിൻ്റെ ജന്മം അങ്ങനെയായിരുന്നു. അതാണ് ലോകത്തിൽ സന്തുഷ്ടനായി യശസ്സോടുകൂടി ദുഃഖങ്ങളൊന്നും അറിയാതെ കണ്ട്, രാഗദ്വേഷങ്ങളില്ലാതെ കണ്ട്, അഹന്താമമത ഇല്ലാതെ കണ്ട്, 16,108 ഭാര്യമാരുണ്ടെങ്കിലും കാമം തന്നെ തീണ്ടാതെ ജീവിച്ച ആളാണ് ശ്രീകൃഷ്ണൻ. ആ ഭഗവാനെ ത്വരിതമഭിസരയിൽ, വേഗത്തിൽ ആ ഭഗവാനെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ ഒട്ടും കാലം കളയാതെ വിഷ്ണുവിൻ്റെ പാദങ്ങളെ ആശ്രയിക്കൂ. ശ്രീകൃഷ്ണ ത്വൽപദോ വാസനമഭേദമം 91 മേൽപ്പത്തൂർ പറഞ്ഞു. അങ്ങയുടെ ആ പാദങ്ങൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാദങ്ങളാണ്. ആ പാദങ്ങളെ ആരാശ്രയിക്കുന്നുവോ അവർക്ക് പിന്നെയൊരു ജന്മമില്ല.